അപ്പോൾ ഇപ്പോഴും ചുരുളഴിയാതെ ഷൈനിയുടെ കേസ്, ഷൈനിയും രണ്ട് പെൺകുട്ടികളും മരിച്ച കേസ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ഇതിനകത്ത് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ വരെ ഭയമായിരിക്കുക. അപ്പോൾ ഇന്നിപ്പോൾ ഒരു വിഷയമുണ്ടായി. ഷൈനിയുടെ ഹസ്ബൻഡ് നോബി ജാമ്യാപേക്ഷ കൊടുത്തത് തള്ളി എന്നുള്ള രീതിക്ക്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. കാര്യം അത് നല്ല കറക്റ്റായ രീതിക്ക് തന്നെയാണ് നിയമം ഇവിടെയും കറക്റ്റായിട്ട് ഇനി മുന്നോട്ടും ഈ രീതി തന്നെ കാണിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കാര്യം ഓരോരുത്തരും ഭയന്നിരിക്കുകയാണ്. ഈ ഷൈനിയുടെയും മക്കളുടെയും നിസ്സഹായ അവസ്ഥകളെ പറ്റി ഓരോരുത്തരുടെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോഴും അവർക്ക് മുന്നോട്ടേക്ക് വരാനും അതിനെപ്പറ്റി സംസാരിക്കാനും ഒക്കെ അവർക്ക് ഭയമാണ്. കാര്യം അവരുടെ ജീവന് പോലും സുരക്ഷിതമല്ലാത്തൊരു രീതിക്കാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഇവരുടെ വീട്ടുകാർ അത്രത്തോളം ടോർച്ചർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം അവരുടെ നമുക്ക് പറയാനായിട്ട് ഓപ്പൺ ആയിട്ട് പറയാൻ താല്പര്യമില്ലാത്ത അവർക്ക് ഭയമുള്ളവരുടെ അവസ്ഥ ഇതാണെങ്കിൽ ഷൈനിയൊക്കെ എന്തുമാത്രം ഒരു അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ഷൈനി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ അനുഭവിക്കാവുന്നതിന്റെ അങ്ങേയറ്റം അനുഭവിച്ചിട്ടാണ് ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് വന്നത്. ഇപ്പോൾ നമ്മളുടെ ഒരു അന്വേഷണ സംഘത്തിന്റെ ഒരു റിപ്പോർട്ടുകൾ പ്രകാരം അവർ പറയുന്നത് അവരന്വേഷിക്കാൻ പോയിടത്തെല്ലാം ആൾക്കാർക്ക് തുറന്നു പറയാൻ ഭയമാണ്. കാര്യം അവർ പറയുന്നത് ഈ പറഞ്ഞ ഹസ്ബൻഡിന്റെ വീട്ടുകാർ അത്രത്തോളം മറ്റുള്ളവരെ എന്തും ചെയ്യുന്നതിന് മടിയില്ല എന്നുള്ള രീതിക്കാണ്. അവരുടെ തന്നെ റിലേറ്റീവ്സ് ആയിട്ട് പോലുമുള്ള പലരും പറയുന്നു ഷൈനി എന്നൊരു സ്ത്രീ അനുഭവിക്കാവുന്നതിന്റെ അങ്ങേയറ്റം മാക്സിമം ക്ഷമിച്ചു എന്നുള്ള രീതിക്കാണ്. കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ പൊട്ടിത്തെറിച്ച് അവിടുന്ന് ഇട്ടെറിഞ്ഞു പോരുന്ന ഒരു സ്വഭാവമല്ലായിരുന്നു. ജീവിക്കണമെന്നും ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ജോലിക്ക് വേണ്ടിയിട്ട് കുറെ പരിശ്രമിച്ചിരുന്നു. സഹിക്കാൻ വയ്യാതെ വന്നപ്പോഴായിരുന്നു ആത്മഹത്യയിലേക്ക് പോയതും പിന്നീടാണ് മരണത്തിലേക്കൊക്കെ പോയെന്നുള്ള രീതിക്കാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവരുടെ ആ ഒരു വീട്ടുകാരുടെ അവർക്കൊന്നിനെയും ഭയമില്ല, എന്തും ചെയ്യാനുള്ളൊരു ധൈര്യമാണ് ഈ പറഞ്ഞ നോബിയുടെ വീട്ടുകാർക്ക്. അതുമാത്രമല്ല ഇതേ തുടർന്ന് ഈ ഒരു വിഷയത്തെ തുടർന്ന് മുന്നോട്ട് പ്രതികരിച്ചവർക്കെതിരെ എല്ലാം ഇപ്പോൾ പല രീതിക്കും ഭീഷണികളൊക്കെ വന്നിരിക്കുന്നതാണ് കേൾക്കാൻ പറ്റുന്നത്. അത് അതിൻ്റെതായ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ഇതേപ്പറ്റി സംസാരിച്ചിരുന്നു. അവർക്കൊക്കെ ഭീഷണികൾ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരു വളരെ മോശമായിട്ടുള്ള കാര്യം. അപ്പൊ ഇവർക്ക് എന്തുമാവാ ഈ ഷൈനിയുടെ കേസ് വന്നപ്പോഴും ഇത് തന്നെയാണ്. ജോലിക്കൊക്കെ ആണെങ്കിലും ഷൈനി അപേക്ഷിച്ചപ്പോഴല്ല ഇവരുടെ ഈ ഒരു സ്വാധീനം കാരണം അത് കൊടുക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതാണ് ഷൈനിക്ക് കൂടുതലും ജോലി കിട്ടാതിരുന്നതും. ഇപ്പം നമ്മൾ കാരിത്താസ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും അവിടെ ഇത് മാത്രമല്ല സഭയിലെ, അതായത് ജ്ഞാനായ സഭയിലെ കുറെ പ്രശ്നങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ആ സഭയിലെ ആൾക്കാർക്ക് പോലും അറിയത്തില്ല ഷൈനി എന്ന സ്ത്രീ പള്ളിയിൽ വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ അവർക്ക് പോലും കൃത്യമായിട്ട് അതിനൊരു ഉത്തരം തരാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിന് മുഴുവൻ നിഗൂഢതകളുണ്ടെന്ന് നമുക്ക് ഉറപ്പിച്ചു അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു ടോർച്ചറിങ് തന്നെയായിരുന്നു ഷൈനിയോട് ചെയ്തുകൊണ്ടിരുന്നത്. ഒടുക്കം പറയാൻ നേരത്ത് അയ്യോ ഒരു പാവം അത് മരിച്ചല്ലോ, എന്തിനായിരുന്നു ഇത്തരത്തിലൊരു കാര്യം ചെയ്തെന്നുള്ള രീതിക്കാണ്. പക്ഷെ അതിന്റെ പിന്നിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് സഭയിൽ നിന്നാണെങ്കിലും വീട്ടുകാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരു നല്ല രീതിക്ക് ഒരു ജോലി, കാരണം ഇത്രയും സ്വാധീനമുള്ളവർക്ക് എന്താണെങ്കിലും ഒരു ജോലി മേടിച്ചു കൊടുക്കാൻ പറ്റും. കാരണം പള്ളിയൊക്കെ ആയിട്ട് അടുത്ത് നിൽക്കുന്നവർക്ക് ഒരു ജോലി എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അതൊരു വൈരാഗ്യത്തിന്റെ പേരിൽ തന്നെയാണ് ആ ജോലി കൊടുക്കാതിരുന്നതെന്ന് തന്നെ പറയാം. ഇപ്പൊ ഷൈനിയുടെ ഹസ്ബൻഡിന്റെ പെങ്ങളെന്ന് പറയുന്ന ഒരു സ്ത്രീയും അവരും ഇതുപോലെ തന്നെ ഡിവോഴ്സ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ ആലോചിച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇവരുടെ ഷൈനിയുടെ ഹസ്ബൻഡിന്റെ സഹോദരനായിട്ടുള്ള ഒരു വൈദികൻ, അദ്ദേഹത്തിന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം പരിഹരിക്കാം സിമ്പിൾ ആയിട്ട്. പക്ഷെ അദ്ദേഹം ഒരു അഡ്വക്കേറ്റും കൂടെ ഒക്കെയാണ്, ലോയും ഒക്കെ അറിയാവുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം ഈ വിഷയത്തെ ഒന്നുകൂടെ കൂടുതലും പ്രശ്നമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു നോക്കിയിരുന്നത്. അത് മാത്രമല്ല കുറെ ഇമോഷണലി ആണെങ്കിലും ടോർച്ചർ ചെയ്തു, അങ്ങനെയുള്ള രീതിയിലൊക്കെ ആയിരുന്നു ഷൈനിയോട് ചെയ്തിരുന്നത്. ആ ഒരു പക്ഷെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് വൈദികരുടെ ഭാഗത്തു നിന്നുള്ള ഒരു നിലപാടുകളാണെങ്കിലും വന്നേക്കുന്നത്. ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ തന്നെയാണ് പ്രതികരിച്ചുകൊണ്ടിരുന്നതും. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ അനുഭവിക്കാൻ ഒരു വശത്തും എല്ലാ വശവും അടഞ്ഞു കഴിഞ്ഞപ്പോൾ എങ്ങോട്ടെന്ന് ഉപജീവനത്തെ എങ്ങോട്ട് രക്ഷപ്പെടണം എന്നറിയാൻ മേലാതെ ഒടുക്കം ഇനി മുന്നോട്ടൊരു മാർഗമില്ല. കാരണം ഒരുപാട് പരിശ്രമിച്ചിരുന്നു. നമ്മളിപ്പോൾ ആണെങ്കിലും ഫ്രണ്ടിന് അയച്ച മെസ്സേജും കാര്യങ്ങളും ഒക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണെങ്കിലും എങ്ങനെയും ഒരു ജോലി കിട്ടണം എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. അപ്പോൾ എങ്ങനെയും ഒരു ജോലി സെറ്റാക്കിയിട്ട് മുന്നോട്ട് ജീവിക്കണമെന്ന് വലിയൊരു രീതിയിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നാട്ടുകാരാണെങ്കിലും പറയുന്നത് ഒരുപാട് സഹിച്ചു. കാരണം ഒന്നും പ്രതികരിക്കത്തില്ലായിരുന്നു. ഇപ്പം നമുക്കറിയാം ഇന്നത്തെ കാലത്ത് സ്ത്രീകളാണെങ്കിലും അവർക്കെതിരെ എന്തെങ്കിലും വരുവാണെങ്കിൽ നല്ല രീതിയിൽ ശക്തമായിട്ട് പ്രതികരിക്കുന്ന ഒരു സമൂഹമാണ് ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ ഇത്രയും അനുഭവിച്ചിട്ട് പോലും ഒന്നും പ്രതികരിക്കാതെ ഇത്രയും എല്ലാം സഹിച്ച് പിടിച്ച് നിന്നു. അത് ഒരുപാട് ജീവിക്കണമെന്ന് വലിയ രീതിയിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇതുപോലെ ഇങ്ങനെ സഹിച്ച് നിൽക്കരുത്. നമ്മൾ കുറച്ച് പ്രതികരിക്കുകയും വേണം.
എന്നാൽ ആ പ്രതികരണം ആത്മഹത്യ എന്നുള്ളൊരു രീതിക്ക് ആവുകയും ചെയ്യരുത്. നമ്മൾ മാക്സിമം ഇതിപ്പോൾ മാക്സിമം നമുക്ക് ഈ ഒരു വിഷയത്തിൽ സത്യത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ല. ആരും മാക്സിമത്തിന്റെ അങ്ങേയറ്റം നോക്കി ഉപജീവനത്തിനാണെങ്കിലും ഏതെങ്കിലുമൊക്കെ പക്ഷെ എല്ലാ ഭാഗത്തു നിന്നും ഒരു തടസ്സമായിരുന്നു എല്ലായിടത്തും തടസ്സം വന്നപ്പോഴാണ് ഒരു മാർഗവും ഇല്ല എന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ സ്വന്തം മക്കളെയും കൂട്ടി റെയിൽവേ ട്രാക്കിൽ ആ ജീവിതം അവസാനിപ്പിച്ചത്. പക്ഷേ അങ്ങനത്തെ അത്തരത്തിലൊരു സാഹചര്യം ഇനിയും ആർക്കും ഉണ്ടാവരുത് എന്നാണ് നമുക്ക് ഈ ഒരു വിഷയത്തിൽ പറയാൻ പറ്റുന്നത്. മാത്രമല്ല ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ലാന്ന് ഓരോ തവണയും ആലോചിക്കുക. എന്തെങ്കിലും ഒരു പ്രതിസന്ധികൾ വരാൻ നേരത്ത് ആത്മഹത്യ ഒരു പരിഹാരമല്ലാന്ന് തന്നെ ചിന്തിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം.